എഡ്ടെക് അഥവാ എഡ്യൂക്കേഷൻ ടെക്നോളജി രംഗത്ത് ഒരു കാലത്ത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പായിരുന്നു ബൈജൂസ്. ബൈജു രവീന്ദ്രൻ എന്ന മലയാളി സംരംഭകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം അതിവേഗം വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി മാറി. ബൈജു രവീന്ദ്രൻ, ദിവ്യ ഗോകുൽനാഥ്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് 2011 സ്ഥാപിച്ച തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ബൈജൂസിന്റെ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. 2015 ഓഗസ്റ്റിൽ സ്ഥാപനം ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് ആരംഭിച്ചു. 2017 അവർ കുട്ടികൾക്കായി ബൈജൂസിന്റെ മാത്ത് ആപ്പും ബൈജൂസിന്റെ പേരന്റ് കണക്ട് ആപ്പും പുറത്തിറക്കി. 2018 ആയപ്പോഴേക്കും ഇതിന് 15 ദശലക്ഷം ഉപയോക്താക്കൾ ഉണ്ടായിരുന്നു. അതിൽ 9 ലക്ഷം പേർ പെയ്ഡ് കസ്റ്റമേഴ്സ് ആയിരുന്നു. അതേ വർഷം തന്നെ ബൈജൂസ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്ടെക് യൂണിക്കോണായി മാറി. 2019 ആയപ്പോഴേക്കും ബൈജൂസിന്റെ 60% വിദ്യാർത്ഥികളും മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബൈജൂസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും നിയമപരമായ വെല്ലുവിളികളിലൂടെയും കടന്നു പോവുകയാണ്. ഒരു കാലത്ത് $22 ബില്യൺ വരെ മൂല്യമുണ്ടായിരുന്ന ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. കൊളാപ്സ് ഓഫ് ആൻ എറ എന്നോ ഒരു കാലഘട്ടത്തിന്റെ തകർച്ച എന്നോ വിശേഷിപ്പിക്കാവുന്ന ബൈജൂസിന്റെ ചരിത്രം നമ്മൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബൈജൂസിന്റെ പ്രശ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. പെട്ടെന്നുള്ള വളർച്ചയും വലിയ തോതിലുള്ള ഏറ്റെടുക്കലുകളും കമ്പനിയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വലിയ സ്വീകാര്യതയും പ്രചാരവും ലഭിച്ചപ്പോൾ ബൈജൂസിന് അതൊരു അനുഗ്രഹമായി. അത് ബൈജൂസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഈ സമയത്ത് പല കമ്പനികളെയും ബൈജൂസ് വലിയ തുക മുടക്കി ഏറ്റെടുത്തിരുന്നു. ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസ് ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങളെ ഏറ്റെടുത്തത് കമ്പനിയുടെ വലിപ്പം വർദ്ധിപ്പിച്ചെങ്കിലും അത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ സ്കൂളുകളും കോളേജുകളും വീണ്ടും സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ഇത് ബൈജൂസിന്റെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു. വിദ്യാർത്ഥികൾ വീണ്ടും ഓഫ്ലൈൻ ക്ലാസുകളിലേക്ക് മടങ്ങിയത് ഓൺലൈൻ കോഴ്സുകളുടെ ആവശ്യകതയും പ്രചാരവും കുറച്ചു. 2022 ഒക്ടോബറിൽ ബൈജൂസ് തങ്ങളുടെ 50,000 ജീവനക്കാരിൽ 5% പേരെ പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചു. ഏകദേശം 2,500 ജീവനക്കാരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിട്ടത്. കമ്പനിയുടെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് ബൈജൂസ് വിശദീകരിച്ചത്. ഒരു പ്രോഫിറ്റബിൾ കമ്പനിയായി മാറാനുള്ള ശ്രമങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ നടപടിയെന്ന് ബൈജൂസ് അറിയിച്ചു. എന്നാൽ ഇത് കമ്പനിക്കുള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. തങ്ങളുടെ ജോലിയും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക എല്ലാ ജീവനക്കാരിലും ഉണ്ടായി. ബൈജൂസ് തങ്ങളുടെ 2021 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക റിപ്പോർട്ടുകൾ 18 മാസത്തെ വലിയ കാലതാമസത്തിന് ശേഷം 2022 സെപ്റ്റംബറിലാണ് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടുകൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. കമ്പനി 4,588 കോടി രൂപയുടെ റെക്കോർഡ് നഷ്ടം രേഖപ്പെടുത്തി. ഏകദേശം 2,280 കോടി രൂപ മാത്രമായിരുന്നു വരുമാനം. അത് പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിരുന്നു. ഇത് കമ്പനിയുടെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയ ആശങ്കയുയർത്തി. കണക്കുകൾ അവതരിപ്പിക്കുന്നതിലെ കാലതാമസവും വലിയ നഷ്ടവും കമ്പനിയുടെ പോക്ക് തെറ്റായ ദിശയിലേക്കാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. 2021 നവംബറിൽ ബൈജൂസ് അമേരിക്കൻ ലെൻഡർമാരുടെ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് $1.2 ബില്യൺ ടേം ലോൺ ബി നേടിയിരുന്നു. ടേം ലോൺ ബി അഥവാ TLB വായ്പക്കാർക്ക് വായ്പയുടെ വലിയൊരു ഭാഗം തിരിച്ചടയ്ക്കുന്നത് വൈകിപ്പിക്കാൻ അനുവദിക്കുന്നു. കമ്പനിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 2022 ഡിസംബറോടെ ഈ ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തു. കമ്പനി തിരിച്ചടവ് മുടക്കിയതോടെ വായ്പ നൽകിയവർ ലോൺ ഉടനടി തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ലോൺ കരാറിലെ ചില വ്യവസ്ഥകൾ ബൈജൂസ് ലംഘിച്ചുവെന്ന് ലെൻഡർമാർ ആരോപിച്ചു. 2023 ഫെബ്രുവരിയിൽ ബൈജൂസ് വീണ്ടും ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇത്തവണ ഏകദേശം 1000 ജീവനക്കാരെയാണ് ബാധിച്ചത്. ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ വിഭാഗങ്ങളിലാണ് കൂടുതലും പിരിച്ചുവിടൽ നടന്നത്. ചിലവ് കുറയ്ക്കാനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുമാണ് ഇതെന്നും കമ്പനി വ്യക്തമാക്കി. തുടർച്ചയായുള്ള പിരിച്ചുവിടലുകൾ കമ്പനിക്കുള്ളിലെ അന്തരീക്ഷം കൂടുതൽ വഷളാക്കി. 2023 ഏപ്രിലിൽ ലെൻഡർമാർ ബൈജൂസിനോട് $200 മില്യൺ മുൻകൂട്ടി തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു. കൂടാതെ ലോണിന്റെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനും അവർ നിർദ്ദേശിച്ചു. ഇത് ബൈജൂസിന് വലിയ സാമ്പത്തിക സമ്മർദ്ദമുണ്ടാക്കി. ലെൻഡർമാരുമായുള്ള ചർച്ചകളും പരാജയപ്പെട്ടു. 2023 ജൂണിൽ ബൈജൂസ് ലെൻഡർമാർക്കെതിരെ ന്യൂയോർക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ലെൻഡർമാർ വളരെ അൺപ്രൊഫഷണലായി പെരുമാറുന്നുവെന്നും തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ബൈജൂസ് കോടതിയിൽ ആരോപിച്ചു. ലോൺ തിരിച്ചടവ് മുടക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ബൈജൂസ് ഈ നിയമ നടപടി സ്വീകരിച്ചത്. ഈ കേസ് നിലവിലുള്ളതിനാൽ കൂടുതൽ പലിശ അടക്കില്ലെന്നും ബൈജൂസ് അറിയിച്ചു. ഇതേ മാസം തന്നെ പ്രമുഖ നിക്ഷേപകരായ പ്രോസസ്, പീക്ക് 15 പാർട്ട്നേഴ്സ്, ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് എന്നിവരുടെ പ്രതിനിധികൾ ബൈജൂസ് ബോർഡിൽ നിന്ന് രാജിവെച്ചു. കമ്പനിയുടെ ഭരണകാര്യങ്ങളിലെ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമെന്ന് അവർ സൂചിപ്പിച്ചു. ഓഡിറ്റർ ഡിലോയിറ്റും ഇതേ സമയം രാജിവെച്ചു.
സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിലെ കാലതാമസത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഡിലോയിറ്റ് രാജിവെച്ചത്. 2024 ജനുവരിയിൽ പ്രമുഖ ആഗോള നിക്ഷേപക സ്ഥാപനമായ ബ്ലാക്ക് റോക്ക് ബൈജൂസിലുള്ള തങ്ങളുടെ നിക്ഷേപത്തിന്റെ വാല്യൂ ഗണ്യമായി കുറച്ചു. ഒരു കാലത്ത് $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ബൈജൂസിന്റെ വാല്യൂ $1 ബില്യൺ ബ്ലാക്ക് റോക്ക് കണക്കാക്കി. ഇത് കമ്പനിയുടെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന സൂചനയായിരുന്നു. മറ്റ് നിക്ഷേപകരും ബൈജൂസിന്റെ വാല്യൂ കുറച്ച് കണക്കാക്കാൻ തുടങ്ങി. 2024 ഫെബ്രുവരിയിൽ ഒരു കൂട്ടം നിക്ഷേപകർ ബൈജൂസിന്റെ പേരന്റ് കമ്പനിയായ തിങ്ക് ആൻഡ് ലേണിന്റെ ഓഹരി ഉടമകളുടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ ഭരണകാര്യങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്നും ബോർഡിൽ നിന്നും നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിക്ഷേപകർ ഉന്നയിച്ചത്. എന്നാൽ ബൈജു രവീന്ദ്രനും കുടുംബവും ഈ നീക്കത്തെ എതിർത്തു. ഓഹരി ഉടമകളുടെ യോഗം നിയമപരമല്ലെന്ന് കാണിച്ച് ബൈജൂസ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. നിക്ഷേപകർ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെയും സമീപിച്ചു. നിക്ഷേപകരും പ്രൊമോട്ടർമാരും തമ്മിലുള്ള തർക്കം കോടതി കയറി. 2024 മാർച്ചിൽ ബൈജൂസ് $200 മില്യൺ സമാഹരിക്കുന്നതിനായി റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരി ഒരു സ്പെഷ്യൽ പ്രൈസിൽ, ചിലപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ അനുവദിക്കുന്നതാണ് റൈറ്റ്സ് ഇഷ്യൂ. ഇത് കമ്പനിയുടെ വാല്യൂ 99% വരെ ഇടിവ് വരുത്തുന്ന നീക്കമായിരുന്നു. നിക്ഷേപകർ ഈ നീക്കത്തെയും എതിർത്തു. റൈറ്റ്സ് ഇഷ്യൂ വഴി സമാഹരിക്കുന്ന പണം പ്രത്യേക എസ്ക്രോ അക്കൗണ്ടിൽ, അതായത് ഒരു തേർഡ് പാർട്ടി അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്ന് NCLT ഇടക്കാല ഉത്തരവിട്ടു. ഈ പണം ഉപയോഗിക്കുന്നതിന് കോടതിയുടെ അനുമതി വേണമെന്നും NCLT വ്യക്തമാക്കി. ഇതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ബൈജൂസിന് ഷോക്കോസ് നോട്ടീസ് അയച്ചു. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിലും വിദേശത്തേക്ക് പണം അയച്ചതിലും ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. 2024 ഏപ്രിലിൽ ബൈജൂസ് വീണ്ടും ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇത്തവണ ഏകദേശം 500 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. പ്രധാനമായും സെയിൽസ്, ട്യൂഷൻ സെന്ററുകളിലെ ജീവനക്കാരെയാണ് ഇത് ബാധിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും കാരണം ശമ്പളം നൽകാൻ വൈകിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് റിപ്പോർട്ടുകൾ വന്നു. തുടർച്ചയായുള്ള പിരിച്ചുവിടലുകൾ കമ്പനിയുടെ പ്രതിച്ഛായയെ കൂടുതൽ വഷളാക്കി. ഇതിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ BCCI 158 കോടി രൂപയുടെ പേയ്മെന്റ് സംബന്ധിച്ച തർക്കവും ബൈജൂസിന് തലവേദനയായി. ജേഴ്സി സ്പോൺസർഷിപ്പ് കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം. 2024 ജൂണിൽ BCCI ബൈജൂസിനെതിരെ ഇൻസോൾവൻസി നടപടികൾ ആരംഭിക്കാൻ NCLTയെ സമീപിച്ചു. ബൈജൂസ് പേയ്മെന്റ് മുടക്കിയതാണ് കാരണം. 2024 ഓഗസ്റ്റിൽ ബൈജൂസ് BCCIയുമായി ഒരു ഒത്തുതീർപ്പിലെത്തി. 158 കോടി രൂപ നൽകാമെന്ന് ബൈജൂസ് സമ്മതിച്ചു. ഇത് ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT ബൈജൂസിനെതിരായ ഇൻസോൾവൻസി കേസ് തള്ളി. ഇത് ബൈജൂസിന് ഒരു ചെറിയ ആശ്വാസമായി. ബൈജു രവീന്ദ്രന്റെ സഹോദരൻ റിജു രവീന്ദ്രനാണ് ഈ തുക കണ്ടെത്തിയത്. എന്നാൽ ഈ ഒത്തുതീർപ്പിനെ ലെൻഡർമാർ എതിർത്തു. ഈ പണം തങ്ങൾക്കാണ് ലഭിക്കേണ്ടതെന്ന് അവർ വാദിച്ചു. 2024 ഒക്ടോബറിൽ ലെൻഡർമാരുടെ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി NCLATയുടെ ഉത്തരവ് റദ്ദാക്കി. BCCIയുമായുള്ള ഒത്തുതീർപ്പ് NCLT വീണ്ടും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ബൈജൂസിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഇതേസമയം ബൈജു രവീന്ദ്രൻ കമ്പനിയുടെ മൂല്യം 0 കണക്കാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഒരു കാലത്ത് $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന കമ്പനിയുടെ ഈ അവസ്ഥ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. നിക്ഷേപകരുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിന്റെ സൂചനയായിരുന്നു ഇത്. 2024 ഡിസംബറിൽ ബൈജൂസിന്റെ എക്സിക്യൂട്ടീവുകൾ പാപ്പരത്ത കേസിൽ $1 മില്യൺ വകമാറ്റിയതായി US കോടതിയിൽ ആരോപണമുയർന്നു. കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ഇത് ബലപ്പെടുത്തി. 2025 ഫെബ്രുവരിയിൽ BCCIയുമായുള്ള 158 കോടി രൂപയുടെ ഒത്തുതീർപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന് ലെൻഡർമാർ വാദിച്ചു. ബൈജു രവീന്ദ്രന്റെ സഹോദരൻ റിജു രവീന്ദ്രൻ ഈ വിഷയത്തിൽ NCLATയെ സമീപിച്ചു. 2022 മാർച്ചിൽ ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ തന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. തകർന്നു, എന്നാൽ തളർന്നിട്ടില്ല, ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കമ്പനി നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരുന്നു ഈ പോസ്റ്റ്. കമ്പനിയെ തിരികെ കൊണ്ടുവരാനുള്ള തന്റെ ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ മാസം ബൈജൂസിന്റെ ഇൻസോൾവൻസി കേസിൽ മുൻ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ അഥവാ IRP BCCIയുടെ അപേക്ഷ സമർപ്പിക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി സ്ഥാപകർ ആരോപിച്ചു. ഇത് കേസിന്റെ പുരോഗതിയെ ബാധിച്ചുവെന്നും അവർ വാദിച്ചു. 2025 ഏപ്രിലിൽ ബൈജൂസിന്റെ US യൂണിറ്റായ ബൈജൂസ് ആൽഫ ഡെലാവയർ കോടതിയിൽ ബൈജു രവീന്ദ്രൻ, ഭാര്യ ദിവ്യ ഗോകുൽനാഥ്, ഉപദേഷ്ടാവ് അനിത കിഷോർ എന്നിവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. $533 മില്യൺ വകമാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ്. ലോൺ തുകയിൽ നിന്ന് അത്രയും പണം തട്ടിയെടുക്കാൻ ഇവർ മനഃപൂർവ്വം കാരണക്കാരായി എന്ന് ലോസ്യൂട്ട് ആരോപിക്കുന്നു. ഇത് ലെൻഡർമാരുടെ പണം തിരികെ ലഭിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നും അവർ ആരോപിക്കുന്നു. ബൈജൂസ് ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു. ലെൻഡർമാർ കമ്പനിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും അവർ ആരോപിച്ചു.
ഈ കേസ് ബൈജൂസിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. 2025 ഏപ്രിൽ 18-ന് BCCIയുമായുള്ള 188 കോടി രൂപയുടെ ഒത്തുതീർപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം ലെൻഡർമാർക്ക് നൽകിക്കൊണ്ട് NCLAT ഉത്തരവിട്ടു. ഇത് ബൈജു രവീന്ദ്രനും സഹോദരൻ റിജു രവീന്ദ്രനും വലിയ തിരിച്ചടിയായി. ലെൻഡർമാരുടെ സമിതിക്കാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരം. ഗ്ലാസ് ട്രസ്റ്റ് എന്ന ലെൻഡർക്കാണ് ഈ സമിതിയിൽ ഭൂരിപക്ഷം. അവർ ഈ ഒത്തുതീർപ്പിനെ എതിർക്കുന്നു. ഈ പണം ആദ്യം ലെൻഡർമാർക്ക് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ ബൈജൂസ് ഇൻസോൾവൻസി നടപടികളിൽ നിന്ന് പുറത്തു വരാൻ സാധ്യത കുറവാണ്. ബൈജു രവീന്ദ്രനും സഹോദരനും സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ബൈജൂസ് അമേരിക്കയിലും ഇന്ത്യയിലും നിയമപരമായ നടപടികൾ നേരിടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി, ജീവനക്കാരെ പിരിച്ചുവിടൽ, നിക്ഷേപകരുമായുള്ള തർക്കങ്ങൾ, ലെൻഡർമാരുമായുള്ള നിയമ പോരാട്ടങ്ങൾ, ഭരണകാര്യങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കമ്പനിയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ തിളക്കമാർന്ന താരമായിരുന്ന ബൈജൂസ് ഇന്ന് കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത്. കമ്പനി എങ്ങനെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നും അതിന് സാധിക്കുമോ എന്നും കണ്ടറിയണം. ബൈജൂസിന്റെ ഇപ്പോഴത്തെ ജീവനക്കാർ ശമ്പളം ലഭിക്കാൻ വൈകുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കമ്പനിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. നിക്ഷേപകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടതും നിയമപരമായ കേസുകളും കമ്പനിയുടെ തിരിച്ചുവരവിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ കമ്പനിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. കമ്പനിയുടെ ഓഹരി ഉടമകളും ലെൻഡർമാരും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുകയാണ്. വിവിധ കോടതികളിൽ കേസുകൾ നിലവിലുണ്ട്. ഓരോ ദിവസവും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. ബൈജൂസിന്റെ തകർച്ചയിൽ നിന്ന് മറ്റ് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിവേഗത്തിലുള്ള വളർച്ച നല്ലതാണ്, എന്നാൽ അത് സുസ്ഥിരമായിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണവും ഭരണപരമായ സുതാര്യതയും ഏത് കമ്പനിയുടെയും വിജയത്തിന് അനിവാര്യമാണ്. ബൈജൂസ് ഈ പ്രതിസന്ധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.